ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ മറ്റേ വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താന്ന് പറഞ്ഞു നിർത്തിയത്? നമ്മുടെ സെറ്റ് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ പാർട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു നമ്മൾ എടുത്തിരിക്കുന്നത്? ടൈപ്സ് ഓഫ് സെറ്റ്സ് ആയിരുന്നു അല്ലെ? അതിൽ ഏതൊക്കെയായിരുന്നു വരുന്നത്? 3 ടൈപ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. എംപ്റ്റി സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വരുന്നത് എന്താണ്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് അല്ലെ? അപ്പൊ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ടേം നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. യു എന്ന് പറയുന്ന ഒരു സെറ്റിന് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഒരു സെറ്റിനെ നമ്മൾ യു എന്ന് വിളിക്കുവാണ്. ആ യു എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ് അല്ലെ? യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു യു ഈസ് ഈക്വൽ ടു യു എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ വേറൊരു സെറ്റ് ഉണ്ടാവും. ഒരു എ എന്ന് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള സെറ്റിന്. അപ്പൊ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ കയ്യിലുള്ള നമുക്കിപ്പം എന്താണ്? ഇപ്പം 1 സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 ഇതാണ് നമ്മുടെ കയ്യിലുള്ള യൂണിവേഴ്സൽ സെറ്റ് എന്ന് കരുതുക. നമ്മൾ എടുത്തിരിക്കുന്ന എയില് നിങ്ങൾ നോക്കിക്കേ, ഇതില് എല്ലാ ടൈമും വരത്തില്ല. ഒരു സെറ്റ് നമ്മൾ എ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 1 3 5. ഓക്കെ, ഇതുപോലെ 1 3 5. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, യു എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോംപ്ലിമെന്റ് ഓഫ് എ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എയുടെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എയുടെ കോംപ്ലിമെന്റിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം? എയുടെ കോംപ്ലിമെന്റിനെ എ ഡാഷ് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ. ഇതാണ് എന്ത്? എ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ആണ് 1 2 3 4 5 അല്ലേ? ഓക്കെ, എ എന്ന് പറഞ്ഞ സെറ്റിൽ ആരൊക്കെയാണ് ഉള്ളത്? 1 3 5 ആണുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ഈ എയിലില്ലാത്ത എല്ലാ എലമെന്റ്സും ആണ് യൂണിവേഴ്സൽ സെറ്റില്. എയിലുള്ള എലമെന്റ്സ് നമുക്ക് അങ്ങ് മാറ്റി വിടുക. യൂണിവേഴ്സൽ സെറ്റ് നിങ്ങളിപ്പോ നോക്കുക, അതില് എയിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? 1ഉം 3ഉം 5ഉം. അവരെ അങ്ങ് മാറ്റി വിടുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ വേറെ മിച്ചം നിൽക്കുന്ന നമ്മുടെ യൂണിവേഴ്സൽ സെല്ലിൽ മിച്ചം നിൽക്കുന്ന എലമെന്റ്സ് ആരൊക്കെയാണ്? 2ഉം 4ഉം. അവരെയാണ് നമ്മൾ എവിടെ എടുക്കുന്നത്? കോംപ്ലിമെന്റ് ഓഫ് എയിൽ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നതെന്ന്? യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് 1 2 3 4 5. ഇതാണ് നമ്മുടെ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. വേറെ ഒരു എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. 1 3 5 ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? എയുടെ കോംപ്ലിമെന്റ് എങ്ങനെയാണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ മാറ്റി നിർത്തിയിട്ടുള്ള ബാലൻസ് ഉള്ള നമ്പേഴ്സ് ആണ് എന്ത്? കോംപ്ലിമെന്റ്. അപ്പോൾ ഇവിടെ എയിലുള്ള 1 3 5 എലമെന്റ്സിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ അവരെ എടുക്കണ്ട. അവരില്ലാത്ത ബാക്കിയുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? 2 4 ആണ്. അപ്പൊ നമ്മൾ 2നെയും 4നെയും എടുത്തു. അങ്ങനെയാണ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, വേറെ ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. യു ഈസ് ഈക്വൽ ടു 1 3 6 9 12 15. ഓക്കെ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇതിന്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. 3 9 10 12 ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നിങ്ങൾ എ കോംപ്ലിമെന്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളൊരു ബുക്കും പെന്നും ആയിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ അല്ലേ? എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്രോബ്ലംസ് എല്ലാം അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ ബുക്കും പേന എടുത്ത് എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ വാട്സപ്പ് ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, അത് മറക്കല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് 3, 9, 10, 12. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിച്ചാലോ? ഓക്കെ, എയുടെ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ്? നമ്മുടെ എനെ മാറ്റി നിർത്തിക്കേ, എന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സിലേക്ക് നോക്കിക്കേ. ഓക്കെ, ആരൊക്കെയാണ്? 3 ഉണ്ട്, 3നെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ആരുണ്ട്? 9 ഉണ്ട്, 9നെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ആരുണ്ട്? 12 ഉണ്ട്, 12നെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ആരാ ഉള്ളത് ഇവിടെ? 1 ഉണ്ട്, 6 ഉണ്ട്, 15 ഉണ്ട്. അപ്പൊ നമ്മുടെ എയുടെ കോംപ്ലിമെന്റ് സെറ്റില് ഏതൊക്കെ എലമെന്റ്സിന് വരാം? നിങ്ങൾ നോക്കിക്കേ, 1 ഇല്ലേ? 1 ഉണ്ട്, 6 ഉണ്ട്, 15 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ എ കോംപ്ലിമെന്റിൽ ആരൊക്കെ വന്നു? 1, 6 and 15 അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കോംപ്ലിമെന്റ് സെറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറെ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ എ കോംപ്ലിമെന്റ് മാത്രം ഫൈൻഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരത്തില്ല. നിങ്ങൾക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ സബ് പാർട്ട് ഒക്കെ ആയിട്ടായിരിക്കും എ കോംപ്ലിമെന്റ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങളിപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഫൈനൈറ്റ് സെറ്റ്, അതുപോലെ ഇൻഫൈനൈറ്റ് സെറ്റ്, അതിനൊക്കെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ഫൈനൈറ്റ് സെറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എം ടി സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ്, അതിൽ എലിമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം കേട്ടോ, എം ടി സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റിനും ഒക്കെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിൽ വരുമ്പം നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് ഉറപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ യൂണിവേഴ്സൽ സെറ്റിൻ്റെ കൂടെ വേറൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. ഇപ്പൊ കോംപ്ലിമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എയിലുള്ള എലമെന്റ്സിനെ മാറ്റി നിർത്തുക, എന്നിട്ട് അതില്ലാത്ത എലമെന്റ്സ് ഏതാണോ അതാണ് നമ്മുടെ കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു നോക്കിയാലോ? വേറൊരു യൂണിവേഴ്സൽ സെറ്റ് 10, 11, 12 u ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 10, 11, 12, 13. ഇതാണ് നമ്മുടെ വേറെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. എസ് ഈക്വൽ ടു എസ്സിലുള്ള എലമെന്റ്സ് ആരാണ്? 13 and 14. 13, 14 ഇതാണ് നമ്മുടെ എസ്സിലുള്ള എലമെന്റ്സ്. എസ്സിലുള്ള എലമെന്റ്സ് ആരൊക്കെയാന്ന് നോക്കിക്കേ, 13ഉം 14ഉം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടി ആണ്. ടി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 10, 11. അപ്പൊ സെറ്റിനുള്ളിൽ ആരൊക്കെയാ ഉള്ളത്? 10ഉം ഉണ്ട്, 11ഉം ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് ആരൊക്കെയാന്ന് നോക്കിക്കേ, 10, 11, 12, 13. പിന്നെ നമ്മൾ എസും ടിയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എസിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? 13, 14. ടിയിലുള്ളവരോ? 10, 11. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്ക് നെക്സ്റ്റ് ഒരു ലോ പഠിക്കാം, ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസും ടിയും നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഡി മോർഗൻസ് ലോ എന്താണെന്ന് ആദ്യം പഠിക്കണം. ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എസ് യൂണിയൻ ടി കോംപ്ലിമെന്റ്. എസ് യൂണിയൻ ടിയുടെ ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. ഇതാണ് നമ്മുടെ ഡി മോർഗൻസ് ലോ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഡി മോർഗൻസ് ലോ. അപ്പൊ ഈ ഡി മോർഗൻസ് ലോ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. ഇതുണ്ടെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുന്നേ. ഓക്കെ, അപ്പൊ എസും ടിയും രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ലെഫ്റ്റ് സൈഡ് പ്രൂവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അല്ല, ലെഫ്റ്റ് സൈഡിൽ തുടങ്ങിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാണുള്ളത്? എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ എസ് യൂണിയൻ ടി എന്ന് പറയുമ്പം അതിൽ ഏതൊക്കെ എലമെന്റ്സ് ആയിരിക്കും വരിക? എസ് യൂണിയൻ ടി എന്നാ. അപ്പൊ എസ്സിലുള്ള എലമെന്റ്സും ഉണ്ടാവും, ടിയിലുള്ള എലമെന്റ്സും ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ എസ് യൂണിയൻ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, എസ്സിലുള്ള എലമെന്റ്സ് ആരാണ്? 13, 14. ടിയിലുള്ള എലമെന്റ്സ് ആരാണ്? 10, 11. അപ്പൊ നമുക്ക് സെറ്റ് എങ്ങനെ വരും? 10, 11, 13, 14. ഇതാണ് എവിടെ വരിക? എസ് യൂണിയൻ ടിയിൽ വരിക അല്ലേ? അപ്പൊ എസ് യൂണിയൻ ടിയിൽ വരുന്നതാണ് 10, 11, 13, 14 ആണ് എസ് യൂണിയൻ ടിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് നമുക്ക് എടുത്തു നോക്കിയാലോ? അപ്പൊ എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ്, ഈ സെറ്റിന് നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ എടുത്തു നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ 10, 11, 13, 14 ഈ നമ്പേഴ്സിനെ അങ്ങ് മാറ്റി നിർത്തണം. എന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിലേക്ക് നോക്കിക്കേ, ഈ നമ്പർ ഒഴികെയുള്ള ബാലൻസ് വേറെ ഏതെങ്കിലും റിമൈനിങ് നമ്പർ ഉണ്ടോ എന്ന് നോക്കിക്കേ.
12 ഇല്ലേ? ഇല്ലേ? 12 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഇവിടെ ഇല്ലാത്ത നമ്പർ ഏതാണോ അതാണ് നമുക്ക്, ഇത് എസിലും ടിയിലും ഇല്ലാത്ത നമ്പർ ആണ് നമുക്ക് വേണ്ടത് 13, 14. ഓക്കെ, അപ്പൊ നമുക്ക് 10 ഉണ്ടോ നോക്കിക്കേ, 10 ഉണ്ട്. 11 ഉണ്ടോ നോക്കിക്കേ, 11 ഉണ്ട്. 12 ഉണ്ടോ? 12 ഇല്ല. അപ്പൊ ഒരു ഇല്ലാത്ത നമ്പർ ആണ് എന്ത്? 12. 13 ഉണ്ടോ നോക്കിക്കേ, 13 ഉണ്ട്. 14 ഉണ്ടോ നോക്കിക്കേ, 14 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇല്ലാത്ത നമ്പർ ഏതാണ്? 12 ആണ് അല്ലെ? ആ 12നെ നമ്മൾ ഈ കോംപ്ലിമെന്റ് സെറ്റിലേക്ക് നമ്മൾ എടുത്തിട്ടു. അപ്പൊ നമ്മുടെ എസ് യൂണിയൻ ടി കോംപ്ലിമെന്റ് കറക്റ്റ് ആണെന്ന് നോക്കിക്കേ. നമ്മുടെ എസും ടിയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് എന്താണ് വരുന്നത്? എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്, എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് എസ് യൂണിയൻ ടി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് നമുക്ക് കിട്ടണം. അപ്പൊ എസ് യൂണിയൻ ടി എന്ന് പറഞ്ഞാൽ ഏതാണ്? എസിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? 10ഉം 11ഉം. അത് നമ്മൾ എടുത്തെഴുതി. എസിലുള്ള എലമെന്റ്സ് 13ഉം 14ഉം ആണ്. ടിയിലുള്ളത് 10, 11 ആണ്. നമ്മുടെ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ 10, 11, 13, 14 അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ്, ഇനി ഇതിൽ ഇല്ലാത്ത എസ് യൂണിയൻ ടിയിൽ ഇല്ലാത്ത നമ്പർ ഏതാണെന്ന് യൂണിവേഴ്സൽ സെറ്റിൽ നോക്കണം. യൂണിവേഴ്സൽ സെറ്റിൽ എസ് യൂണിയൻ ടിയിൽ ഇല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരേ ഒരു നമ്പർ ഉള്ളൂ, ഏതാണ്? 12 ആണ്. ആ 12 ആണ് എന്ത്? എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് സെറ്റിൽ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് കിട്ടിയല്ലോ, 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ്? ഇപ്പൊ എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് നമുക്ക് 12 എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റും കൂടെ നോക്കിയാലോ? അതും കൂടെ നമുക്ക് എന്ത് കിട്ടണം? 12 കിട്ടുവാണെങ്കിൽ നമുക്ക് LHS ഈക്വൽ ടു RHS നമുക്ക് കിട്ടൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾട്ടൺ സെറ്റ് 12 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എസ് കോംപ്ലിമെന്റിന്റെ വാല്യൂ ഒന്ന് നിങ്ങൾ പറഞ്ഞേ. എസ് എന്ന് പറയുന്ന സെറ്റ് നമുക്ക് അറിയാവുന്നതാണ്. എസ്സിലുള്ള സെറ്റില് അതിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉണ്ടാവുക? 13ഉം 14ഉം ആണ് എസ് എന്ന് പറയുന്ന സെറ്റിലുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിലേക്ക് നോക്കിക്കേ. യൂണിവേഴ്സൽ സെറ്റില് 13ഉം 14ഉം മാറ്റി നിർത്തിക്കേ. ബാലൻസ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10 ഉണ്ടാവില്ലേ? 10, പിന്നെ ആരൊക്കെയാണ്? 11, പിന്നെ 12. ഇതല്ലേ എസ് കോംപ്ലിമെന്റിൽ വരിക? 10, 11, 12. ഓക്കെ, അപ്പൊ 10, 11, 12 ആണ് നമ്മുടെ എസ് കോംപ്ലിമെന്റ് വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടി കോംപ്ലിമെന്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. ടി കോംപ്ലിമെന്റിൽ വന്നിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 10ഉം 11ഉം ആണ്. 10ഉം 11ഉം ആണ് ടി എന്ന് പറയുന്ന സെറ്റിൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നോക്കുമ്പോൾ 10ഉം 11ഉം മാറ്റി നിർത്തിക്കേ. എന്നിട്ട് റിമൈനിങ് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിക്കേ. 10ഉം 11ഉം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ 12, 13, 14. അപ്പൊ 12, 13, 14 ഇതാണ് നമ്മുടെ ടി കോംപ്ലിമെന്റിലുള്ളത്. അപ്പൊ നമുക്ക് എസ് കോംപ്ലിമെന്റും കിട്ടി, ടി കോംപ്ലിമെന്റും കിട്ടി അല്ലേ? എസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 10, 11, 12 ആണ്. ടി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 12, 13, 14 ആണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. നമ്മുടെ എസ് കോംപ്ലിമെന്റിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? എസ് കോംപ്ലിമെന്റിലുള്ള എലമെന്റ്സ് 10, 11, 12 ആണ് എസ് കോംപ്ലിമെന്റിലുള്ള എലമെന്റ്സ്. ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 12, 13, 14. നോക്കിക്കേ, 10, 11, 12 ഉണ്ട്, 12, 13, 14 ഉണ്ട്. ഇന്റർസെക്ഷൻ അപ്പൊ രണ്ടിലും സെയിം ആയിട്ടുള്ള കോമൺ നമ്പർ ഏതാണ്? 12 അല്ലേ? അപ്പൊ നമുക്ക് എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 12. അപ്പൊ നമുക്ക് നോക്കിക്കേ, കിട്ടിയോന്ന്? എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് നമുക്ക് 12 കിട്ടി, സിംഗിൾട്ടൺ സെറ്റ് 12 കിട്ടി. എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് സെറ്റിൽ നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ സെറ്റ് കിട്ടി. അപ്പൊ നമുക്കിത് പ്രൂവ് ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഡിമോർഗൻസ് ലോ ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഡിമോർഗൻസ് ലോ നിങ്ങൾ പഠിക്കണം. മാത്രവുമല്ല, 2 ടൈപ്പ് ഡിമോർഗൻസ് ലോ ഉണ്ട്. ഇവിടെ
എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എസ് ഇന്റർസെക്ഷൻ എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് ആണ്. ഇനി എന്താണ് വരിക? എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് എന്നാ അല്ലെ. അപ്പൊ നമുക്ക് ഒരു സൈഡ് കിട്ടി അല്ലെ. ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ്. എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് നമുക്ക് യൂണിയന് പകരം ആരെ കൊടുക്കണം? ഇന്റർസെക്ഷൻ കൊടുക്കണം. അപ്പൊ ഇന്റർസെക്ഷൻ കൊടുക്കുമ്പോൾ എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് എന്ന് വരും അല്ലേ. അപ്പൊ നമുക്കിനി അതൊന്ന് പ്രൂവ് ചെയ്താലോ? അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഒന്നും കൂടി നോക്കിക്കേ. നിങ്ങൾ ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, അപ്പൊ എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് യൂണിയന്റെ പ്ലേസിൽ നമുക്ക് ആരെ കൊടുക്കണം? ഇന്റർസെക്ഷന് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എസ് ഇന്റർസെക്ഷൻ ടി, എസ് ഇന്റർസെക്ഷൻ ടി ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റിന്റെ എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? സിംഗിൾട്ടൺ സെറ്റ് 12. ഓക്കെ, അപ്പൊ ഇനി എസ് ഇന്റർസെക്ഷൻ ടി നമുക്ക് കണ്ടുപിടിക്കാം. എസിന്റെ സെറ്റ് ഏതാണ്? സെറ്റ് 13, 14. സെറ്റ് 13, 14 അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ സെറ്റ് എസും ടിയും ഒന്ന് എഴുതുമ്പോൾ അതിലുള്ള എലമെന്റ്സ് തിരിച്ച് എഴുതി വെക്കല്ലേ. 13 ഉണ്ട്, 14 ഉണ്ട് അല്ലേ. ഓക്കെ, ഇന്റർസെക്ഷൻ പിന്നെ ആരാണുള്ളത്? ടി. ടി ഏതൊക്കെയാണ് എലമെന്റ്സ് വരിക? 10ഉം 11ഉം അല്ലെ. 13, 14 സെറ്റിലുള്ള എസ് എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ് 13ഉം 14ഉം. ടി എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ് 10ഉം 11ഉം. ഇനി നമുക്ക് ഇതിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. ഇതിന്റെ ഇന്റർസെക്ഷൻ എന്താണ്? ഇതിന് ഇന്റർസെക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നതിൽ കോമൺ നമ്പേഴ്സ് ഉണ്ടോ? ഇവിടെ 13ഉം 14ഉം ആണ്, ഇവിടെ 10ഉം 11ഉം ആണ്. അപ്പൊ നമുക്ക് എലമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത, ഇറ്റ് ഹാസ് നോ എലമെന്റ്സ്, അത് ഏതാണ് സെറ്റ് വരുന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാ. അത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ പെട്ടെന്ന്. ഓക്കെ, അപ്പോ എന്താണ്? ഇന്റർസെക്ഷൻ എടുക്കണം. ഇന്റർസെക്ഷൻ എടുക്കുമ്പം 13, 14 അതുപോലെ 10, 11 ഇന്റർസെക്ഷൻ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ആരുടെയൊക്കെ ശരിയായെന്നൊന്ന് പറയണം കേട്ടോ. എം ടി സെറ്റ് ആയിരിക്കും, എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ആയിരിക്കും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? ഈ സിമ്പിൾ ഫൈ എന്ന് പറയുന്ന ഈ സിമ്പിളാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എസ് ഇന്റർസെക്ഷൻ ടി എന്ത് കിട്ടി? നൾ സെറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ്, അതായത് എസ് ഇന്റർസെക്ഷൻ ടിയില് ഇല്ലാത്ത നമ്പേഴ്സ് എവിടെ? യൂണിവേഴ്സൽ സെറ്റില്. യൂണിവേഴ്സൽ സെറ്റ് നോക്കിക്കേ, 10, 11, 12, 13, 14 ആണ് ഇത്. അപ്പൊ നമുക്ക് ഏതിലുള്ള വാല്യൂസ് നമുക്ക് എടുക്കണ്ടാത്തെ? എസ് ഇന്റർസെക്ഷൻ ടി ആണ് നമ്മൾ കണ്ടുപിടിച്ചത് നൾ സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എസ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതല്ലേ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്, ഇതല്ലേ നമ്മുടെ എസ് ഇന്റർസെക്ഷൻ ടി വരിക. അപ്പോ എസ് ഇന്റർസെക്ഷൻ ടിയുടെ വാല്യൂ നൾ സെറ്റ് ഈ യൂണിവേഴ്സൽ സെറ്റിൽ നമുക്ക് കളയണം. അപ്പോൾ ഉള്ള നമ്പേഴ്സ് ഏതാണ്? ഈ യൂണിവേഴ്സൽ സെറ്റ് തന്നെയല്ലേ നമുക്ക് കിട്ടുക. അപ്പോ എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരിക? ആ യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ നമ്പേഴ്സും ഇവിടെ വരും. കാരണം നൾ സെറ്റ് ആണ് അവിടെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വന്നത് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാ നമ്പേഴ്സും വരും. ഓക്കെ, 10, 11, 12, 13, 14. ഓക്കെ, അപ്പൊ നമ്മുടെ എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റിൽ വന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 10, 11, 12, 13, 14. ഇതാണ് നമ്മുടെ എസ് ഇന്റർസെക്ഷൻ ടിയില് ഓൾ കോംപ്ലിമെന്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് നമ്മുടെ LHS സൈഡ് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ എസ് കോംപ്ലിമെന്റ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതല്ലേ. എസ് ഏതൊക്കെയാണ്? 13, 14 അല്ലേ. അപ്പൊ ഈ സെറ്റിൽ 13, 14 ഒഴികെയുള്ള നമ്പർ ഏതൊക്കെയാണ്? 10, 11, 12 ആണ്. ഇതാണ് എസ് കോംപ്ലിമെന്റിൽ വരിക. ഇനി ടി കോംപ്ലിമെന്റിൽ വരുന്ന ആരൊക്കെയാണ്? ഇവിടെ 10ഉം 11ഉം ആണ്. അപ്പൊ ഇത് വരും 12, 13, 14. അപ്പൊ നോക്കിക്കേ, ഇവിടെ എസ് കോംപ്ലിമെന്റിൽ 10, 11, 12ഉം ഇവിടെ ടി കോംപ്ലിമെന്റിൽ 12, 13, 14ഉം ആണ്. ഇനി നമുക്ക് ഇതിന്റെ എന്തെടുക്കണം? ഇന്റർസെക്ഷൻ ആണോ എടുക്കേണ്ടത്? യൂണിയൻ ആണോ എടുക്കേണ്ടത്? നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ, എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് അല്ലേ നമ്മൾ ചെയ്തത്. അത് ലെഫ്റ്റ് സൈഡിൽ ഇന്റർസെക്ഷൻ വന്നപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ എന്ത് വരണം? യൂണിയൻ വരണം അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ വരും? നമുക്ക് എന്ത് വരും? എസ്
എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് എന്ന് വന്നു. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞേ എസ് കോംപ്ലിമെന്റിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 10, 11, 12 ആണ്. അപ്പൊ സെറ്റ് ഓഫ് 10, 11, 12 ഇതാണ് എസ് കോംപ്ലിമെന്റിലുള്ള വാല്യൂസ്. ഓക്കെ, ഇനി ഏതാ? യൂണിയൻ ആണോ ഇന്റർസെക്ഷൻ ആണോ? യൂണിയൻ കൊടുത്തു. ടി കോംപ്ലിമെന്റിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ടി കോംപ്ലിമെന്റ് ഇത് 12, 13, 14. 12, 13, 14. ഓക്കെ, അപ്പൊ നമുക്ക് എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇതിന്റെ യൂണിയൻ അല്ലേ? അപ്പൊ എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എസ് കോംപ്ലിമെന്റിലും ടി കോംപ്ലിമെന്റിലും ഉള്ള എല്ലാ നമ്പേഴ്സും വരില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 10, 11, 12, 13, 14. 10, 11, 12, 13, 14 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് യു എന്ന് കിട്ടി. നമുക്ക് എന്തെന്ന് കിട്ടി? യു എന്ന് കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ എത്രയാണ്? ഇവിടെ നോക്കിക്കേ, എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് നമുക്ക് എന്തെന്ന് കിട്ടി? ഇതും യൂണിവേഴ്സൽ സെറ്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്? എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് നമുക്ക് എന്തെന്ന് കിട്ടി? യു എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതും പ്രൂവ്ഡ് ആയില്ലേ? എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ്. അത് നമുക്ക് കിട്ടി. എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. അപ്പം ഇത്രയും നമുക്ക് പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് നോക്കിക്കേ നമ്മൾ ചെയ്ത കറക്റ്റ് ആണോ എന്ന്. നമ്മുടെ ഇത് നിങ്ങൾ ഈ ഡിമോർഗൻസിൽ നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാലാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്ത? യൂണിവേഴ്സൽ സെറ്റും ഉണ്ട്, 2 സെറ്റും ഉണ്ട്, എസ്സും ഉണ്ട്, ടിയും ഉണ്ട്. നമ്മളപ്പോൾ ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം. എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് എന്താണ്? എസ് യൂണിയൻ ടി. ആദ്യത്തെ എസ് യൂണിയൻ ടി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ ഈ 2 ഇതും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാട്ടോ. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സെറ്റ് ഫുള്ള് വരും. യൂണിയൻ എന്ന് പറയുമ്പോൾ എസ്സും ടീൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ എസ്സിലുള്ള എലമെന്റ്സും ടിയിലുള്ള എലമെന്റ്സും ഫുള്ള് വരും. അതുപോലെ എസിൻ്റെയും ടിയുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇന്റർസെക്ഷനിൽ വരിക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എസ് ഇന്റർസെക്ഷൻ ടി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് യൂണിയൻ ടി കോംപ്ലിമെന്റ് നമുക്ക് കിട്ടി. എസ് യൂണിയൻ ടി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെറ്റ് തന്നിട്ട് ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതെല്ലാം തന്നെ കുറേ അധികം പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് പഠിക്കണം നിങ്ങൾ, എന്നാലാണ് നമുക്കത് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ലോസും അതുപോലെ ഇതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് നിങ്ങൾ പഠിക്കണം. ലോ ഓഫ് നൾ ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. നൾ സെറ്റിന്റെയും യൂണിവേഴ്സൽ സെറ്റിന്റെയും 2 ലോസ് ആണ്, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതായത് യു ഡാഷ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. കാരണം യൂണിവേഴ്സൽ സെറ്റ് ആണ് യു എന്ന് പറയുന്നത്. യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലാത്ത നമ്പേഴ്സ് ആയിരിക്കും യു കോംപ്ലിമെന്റിൽ വരിക. അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ പറഞ്ഞാൽ അത് നൾ സെറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലാണ് നമ്മുടെ ടോട്ടൽ എലമെന്റ്സ് ഫുള്ളും ഉള്ളത്. അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ പറയുമ്പോൾ ഉറപ്പായിട്ടും എന്താണ്, അതിൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നൾ സെറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് വരും? യു ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നൾ സെറ്റ് വരും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, യു ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്ത് നോക്കിക്കേ. 1, 2, 3, 4, 5, 6 അല്ലേ യൂണിവേഴ്സൽ സെറ്റ്. കോംപ്ലിമെന്റ് എടുക്കാൻ പറഞ്ഞാൽ അതിലില്ലാത്ത നമ്പേഴ്സ് അല്ലേ? അതിലില്ലാത്ത ആരൊക്കെയാണ്? ഇല്ലാത്ത നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നൾ സെറ്റ് അല്ലേ? അപ്പോൾ യു ഡാഷ് എന്തെന്ന് കിട്ടി? നമുക്ക് നൾ സെറ്റ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് യു ഡാഷ് എന്തെന്ന് കിട്ടിയത്? നൾ സെറ്റ് എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്ന നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ്, അതായത് നൾ സെറ്റിൽ എന്താണ്? എലമെന്റ്സ് ഒന്നും ഇല്ല അല്ലേ? നൾ സെറ്റിൽ എന്താണ്? നോ എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി
ഈ നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്ത് നോക്കിയാലോ? നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കത്തില്ലേ? അപ്പൊ എന്താണ്? യു എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ഓർക്കുക, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന നൾ സെറ്റും നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റും ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കയ്യിലൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കത് എഴുതിയാലോ? നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഏതാണ് ആ സെറ്റിലുള്ള എലമെന്റ്സ്? യു ഈസ് ഈക്വൽ ടു 4 തൊട്ട് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് ആ സെറ്റിൽ വരിക. അപ്പൊ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾസ്, എല്ലാ നമ്പേഴ്സിന്റെയും മൾട്ടിപ്പിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അപ്പൊ മൾട്ടിപ്പിൾസ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് തെറ്റിക്കാതെ ചെയ്യണം. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ്? 4, 8, 12, 16, 20, 24, 28, പിന്നെ ആരാണ്? 32, 36, 40, പിന്നെ വേണമെങ്കിൽ 44, 48. അപ്പൊ 48 വരെയുള്ള ഈ നമ്പേഴ്സിന്റെ ഈ സെറ്റ്, അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവുക. ഇനി എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എസ് ഈസ് ഈക്വൽ ടു, എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 4, 8, 12, 16. 4, 8, 12, 16. ഇതാണ് നമ്മുടെ എസ്സിലുള്ള സെറ്റ്. ഇതാണ് നമ്മുടെ എസ്സിലുള്ള എലമെന്റ്സ്. ആരൊക്കെയാണ്? 4, 8, 12, 16 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ യൂണിവേഴ്സൽ സെറ്റ് നോക്കിക്കേ, നമ്മുടെ എസ് സെറ്റ് നോക്കിക്കേ. ഇനി ഇതിൽ നമുക്ക് ആരെയായിരിക്കും കണ്ടുപിടിക്കട്ടെ? എസ് കോംപ്ലിമെന്റിനെ അല്ലേ? അപ്പൊ നമ്മുടെ എസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണ എങ്ങനെയാണ്? നമുക്ക് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എസ്സിലുള്ള എലമെന്റ്സിനെ അങ്ങ് കളയണം, എന്നിട്ട് മിച്ചമുള്ള നമ്പർ അല്ലേ? അപ്പൊ നമുക്ക് അതിനെ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എസ് നമുക്ക് വിളിക്കാലോ. യു യൂണിവേഴ്സൽ സെറ്റ് ആണ്, എസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ്. അപ്പൊ നമുക്ക് യുവിൽ നിന്നും എക്സിനെ സബ്ട്രാക്ട് ചെയ്താൽ, എസിനെ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എസ് കോംപ്ലിമെന്റ് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഈ യു മൈനസ് എസ് എന്ന് പറയുന്ന മീനിങ് എന്താ? യുവിലുള്ളതും എസ്സിൽ ഇല്ലാത്തതുമായിട്ടുള്ള നമ്പേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരും? യൂണിവേഴ്സൽ സെറ്റിൽ 4, 8, 12, 16, 20, 24, 28, 32, 36, 40, 44, 48. ഇനി ഇതിൽ നിന്ന് കളയേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4, 8, 12, 16. ഏതൊക്കെയാണ്? 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്. 4, 8, 12, 16. അതിന് നമ്മൾ അങ്ങ് കളയണം. ബാലൻസ് ഉള്ള ഈ നമ്പേഴ്സ് ആണ് നമ്മുടെ എവിടെ വരിക? നമ്മുടെ എസ് കോംപ്ലിമെന്റിൽ വരിക. നിങ്ങൾ പറഞ്ഞേ, ബാലൻസ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20, 24, 28, 32, 36, 40, 44, 48. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, എസ് കോംപ്ലിമെന്റിലുള്ളത് നമ്മുടെ ഈ സെറ്റിലുള്ള നമ്പേഴ്സിനെ എല്ലാം കളഞ്ഞിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എസ് കോംപ്ലിമെന്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനെ യു മൈനസ് എസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ യു മൈനസ് എസ് എന്ന് പറയുമ്പോൾ യുവിലുള്ളതും എസ്സിൽ ഇല്ലാത്തതുമായിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ യു മൈനസ് എസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നിങ്ങളത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ എസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനുള്ള കുറേ അധികം, എസ് കോംപ്ലിമെന്റ് എന്നല്ല, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, അതായത് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഒരു സപ്പാർട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ യു മൈനസ് എസ് എന്ന് പറഞ്ഞാൽ യുവിലുള്ളതും എസ്സിൽ ഇല്ലാത്തതുമായിട്ടുള്ള നമ്പേഴ്സ് ആണ് യു മൈനസ് എസ് എന്ന് പറയുമ്പോൾ. അപ്പൊ എ മൈനസ് ബി, എയും ബിയും സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ കോംപ്ലിമെന്റ് സെറ്റ് അല്ലേ? അതെങ്ങനെയാണ് വന്നത്? എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള നമ്പേഴ്സ് ആണ് നമ്മുടെ കോംപ്ലിമെന്റ് സെറ്റിൽ വന്നത്. എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള സെറ്റാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ ബുക്ക് എടുത്ത് ചെയ്ത് പോകുന്നുണ്ടോ? എൻ്റെ ഒപ്പം ചെയ്യണേ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ വേറൊരു സെറ്റാണ് ഡി എന്ന് പറയുന്ന ഒരു സെറ്റാണ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഡി എന്ന് പറയുന്ന സെറ്റിലോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. ആരാണ് എക്സ്? 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ സെറ്റ് എന്താ വരുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് മൾട്ടിപ്പിൾസ് ഓഫ് 10.
അതാണ് ആര് എക്സ് എന്ന് പറയുന്നത്. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എൻ, ഫോർ എവറി എല്ലാ എക്സുകളും എവിടെയുള്ളതാണ് നാച്ചുറൽ നമ്പേഴ്സിൽ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ സെറ്റ് എന്താണ്? ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയാണുള്ളത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 10 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. അപ്പോൾ എക്സിൽ വരുന്ന എക്സ് വാല്യൂസ് ആരൊക്കെയാണ്? 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. മാത്രവുമല്ല ആ എക്സുകൾ എന്ന് പറയുന്നത് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ, എല്ലാ എക്സുകളും എവിടെയുള്ളതാണ്? ക്യാപിറ്റൽ എന്നിലുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 10 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എൻ എന്നല്ലേ. അപ്പൊ അതിൻ്റെ അത് യൂണിവേഴ്സൽ സെറ്റിൽ വരുന്നത് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ വരിക. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ വരിക. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ആര്? ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ആരാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്? ഓക്കെ, ഇനി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമ്പർ വരിക? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര. ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വരുന്നത് അല്ലേ. 1, 2, 3, 1, 2, 3, 4, 5, 6, 7 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകും. അതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് കിട്ടി. ഇനി ഗിവൻ ദാറ്റ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഡി എന്ന് പറയുന്ന സെറ്റ് അല്ലേ. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 10 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എൻ. അപ്പോൾ ഡി എന്ന് പറയുന്ന സെറ്റിൽ വരിക എന്താണ്? എക്സ് ഈസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് എവിടെ വരിക? എക്സിൽ എക്സ് ആയിട്ട് വരിക. അപ്പൊ നമ്മുടെ ഡി എന്ന് പറയുന്ന സെറ്റിൽ വരിക. അപ്പൊ നമുക്ക് ഡി എന്ന് പറയുന്ന സെറ്റിൽ 10ന്റെ മൾട്ടിപ്പിൾസ് എഴുതാലോ. നിങ്ങൾ പറഞ്ഞ 10ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ്? 10, 20, 30, 40, 50, 60. ഇതാണ് നമ്മുടെ 10ന്റെ മൾട്ടിപ്പിൾസിൽ വരിക. അപ്പൊ നിങ്ങൾ എക്സെട്ര ഇടണേ. എക്സെട്ര ഇടുമ്പോൾ അങ്ങനെ പൊക്കോളൂ. അപ്പൊ നമ്മൾ 60 വരെ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. 10, 20, 30, 40, 50, 60. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി എന്ന് പറയുന്ന സെറ്റിൽ വരിക അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഡി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാലോ. ഇനി ഡി കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? ഇപ്പൊ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഡി എന്ന് പറയുന്ന സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി കോംപ്ലിമെന്റ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യേണ്ടത്? യു മൈനസ് ഡി അല്ലേ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആരെ നമുക്ക് കളയണം? ഡിയെ നമുക്ക് കളയണം. അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലിമെന്റ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4 എക്സെട്ര. മൈനസ് ഡിയിലുള്ള സെറ്റ് ആരൊക്കെയാണ്? 10, 20, 30, 40, 50 എക്സെട്ര. അപ്പൊ നമുക്ക് ഇതാണ് യു, ഇതാണ് ഡി. അപ്പൊ ഇനി നമുക്ക് കളഞ്ഞിട്ട് എഴുതിയാലോ. ഇനി മിച്ചമുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? നിങ്ങൾ പറഞ്ഞേ മിച്ചമുള്ള നമ്പേഴ്സ്. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ 10 തൊട്ടല്ലേ ഉള്ളൂ. അപ്പൊ 10ന് താഴത്തേക്കുള്ള എല്ലാ നമ്പേഴ്സും എവിടെ വരും? ഡിയിൽ വരത്തില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 1, 2, 3, 4, 5, 6, 7, 8, 9 വരും. 10 വരുമോ? 10 വരില്ല. 10 എവിടെയുണ്ട്? നമ്മുടെ ഡി എന്ന് പറഞ്ഞ സെറ്റിലുണ്ട്. പിന്നെ എന്ത് വരും? 11, 12, 13, 14, 15, 16, 17, 18, 19 എക്സെട്ര. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്റ് ഓഫ് ഡി. കോംപ്ലിമെന്റ് ഓഫ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ശരിക്കും പഠിക്കണം. എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ സെറ്റ് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് ഡി എന്ന് കിട്ടി. അപ്പോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 10 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എൻ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് ഡി എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? 10
ടെന്നിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എക്സുകളാണ്. ടെന്നിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എക്സുകളാണ് എവിടെ വരിക? ഡിയിൽ വരിക. മാത്രവുമല്ല ആ എല്ലാ എക്സുകളും എവിടെയുള്ളതാണ്? നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. എല്ലാ എക്സുകളും എവിടെയുള്ള നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. യൂണിവേഴ്സൽ സെറ്റിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് 1 2 3 എക്സെട്ര ഈക്വൽ ടു n എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഡി എന്ന് പറയുന്നൊരു സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യണ്ടേ? ഡി നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 10 അല്ലേ? 10ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ എക്സിൽ വരിക. അപ്പൊ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 10 20 30 40 50 60 എക്സെട്ര അങ്ങ് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് യു മൈനസ് ടി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഡി സെറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡി കോംപ്ലിമെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ആണ് ഇത്. ഡി എന്ന് പറയുന്ന ഒരു സെറ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. ഡി എന്ന് പറയുന്ന സെറ്റിലെ 10 20 30 40 50 ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. എന്നിട്ട് അതിൽ നിന്ന് ഈ നാച്ചുറൽ നമ്പറിൽ നിന്ന് ഇവരെല്ലാം മാറ്റിയിട്ടുള്ള ബാലൻസ് ഉള്ള നമ്പേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡി കോംപ്ലിമെന്റ്. ഇതാണ് നമ്മുടെ ഡി കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയാലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത് ശരിക്കും നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സപ്പാർട്ടൊക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഒരു വെൻ ഡയഗ്രം നമുക്ക് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്. ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? കോംപ്ലിമെന്റ് ഓഫ് എ. ഇതാണ് എ കോംപ്ലിമെന്റ്. ഇതാണ് എ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഇനി ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനോ? ഇത് എ കോംപ്ലിമെന്റ് ആണെങ്കിൽ അതായത് എന്താ നിങ്ങൾ നോക്കിയാൽ മതി. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഈ യൂണിവേഴ്സൽ സെറ്റിലെ എ എന്ന് പറയുന്ന സെറ്റും ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റും ഉണ്ട്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി മൈനസ് എ അല്ലേ? ബിയിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ നമ്പേഴ്സാ. അപ്പൊ ഇതായിരിക്കത്തില്ലേ എ കോംപ്ലിമെന്റ് വരിക? ഇത് ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മുടെ എ കോംപ്ലിമെന്റിൽ വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞേ. യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് ബി കോംപ്ലിമെന്റ്, യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്. ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ യൂണിവേഴ്സൽ സെറ്റിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും ഇത് ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള നമ്പേഴ്സ്. ഇവിടെ എന്ന് പറയുമ്പോൾ യു മൈനസ് എ ആണ് ഈക്വൽ ടു എന്താ? ബി കോംപ്ലിമെന്റ് അല്ലേ? ഇവിടെ എന്ന് പറയുന്നത് യു മൈനസ് ബി ആണ് എന്ത്? എ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മുടെ നമ്മുടെ ബി കോംപ്ലിമെന്റ്. ഇതാണ് എ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫിഗർ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഫൈൻഡ് ദ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എസ് ഈസ് ഈക്വൽ ടു. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് എസ് ഈസ് ഈക്വൽ ടു 4 8 12 16. 4 8 12 16 ഇതാണ് എസ് എന്ന് പറയുന്ന സെറ്റ്. 4 8 12 16 ആണ് എസ് എന്ന് പറയുന്ന സെറ്റിലുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 4 ആർ സ്മോളർ ദാൻ 15. അതായത് 15 താഴെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ? യൂണിവേഴ്സൽ സെറ്റ് 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 15ൽ താഴെ 50 കൂടുതലുള്ള ഒരു നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതി, യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എഴുതി. എന്നിട്ട് അതിൽ നിന്ന് എസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് കോംപ്ലിമെന്റ് നമുക്ക് കിട്ടി. ഇത് നമ്മൾ ചെയ്തൊരു പ്രോബ്ലം ആണ്. അപ്പോൾ അതുപോലത്തെ തന്നെ പ്രോബ്ലം ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ
എന്താണ് സെയിം. ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിനോട് ബേസ് ചെയ്തിട്ട് ഒരു 3-4 പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് എഴുതുക, എസും ടീയും ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ എസ് ഡിഫൈൻ ചെയ്യുക, എസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. അതുപോലെ ഒരു യൂണിവേഴ്സൽ സെറ്റ് എഴുതുക, എ എന്ന് പറയുന്നത് സെറ്റ് ഡിഫൈൻ ചെയ്യുക, എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഡിസ്ജോയിന്റ്. എപ്പോഴാണ് ഒരു സെറ്റ് ഡിസ്ജോയിന്റ് ആവുന്നത്? എപ്പോഴാണ് ഒരു സെറ്റ് ഡിസ്ജോയിന്റ് ആവുന്നത് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റും നമ്മുടെ കയ്യിലുണ്ട് ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റ് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നൾ സെറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ജോയിന്റ്. അപ്പൊ നമുക്ക് ഡിസ്ജോയിന്റ് ആണോ എന്ന് ചിലപ്പം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്നൊരു സെറ്റ് നമ്മളിപ്പോ നിങ്ങൾ നോക്കിക്കേ, ഒരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുവാണേ. യു ഈസ് ഈക്വൽ ടു 1 4 5 6 7 9 10. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇനി എ എന്ന് പറയുന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുവാണ് 1 4 5 6. 1 4 5 6. അപ്പൊ നമ്മുടെ യു എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 4 5 6 7 9 10 എന്നാണ്. എ എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 4 5 6 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാലോ. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് കണ്ടോ? ഇതല്ലേ നമ്മുടെ എയിലുള്ളത്. അപ്പൊ എയിൽ ഇല്ലാത്ത നമ്പേഴ്സ് അല്ലേ? എയിലില്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇതാണ്. അപ്പൊ നമ്മുടെ എ കോംപ്ലിമെന്റ് എന്താണ്? 7 9 10. 7 9 10 ആണ് നമ്മുടെ എ കോംപ്ലിമെന്റിലുള്ളത്. ഇനി നമുക്ക് ഡിസ്ജോയിന്റ് ആണ് നോക്കാം. അപ്പൊ നമുക്ക് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന 1 4 5 6 ആണ്. 1 4 5 6 ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്താണ്? 7 9 10. 7 9 10 ആണ്. ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ എടുത്ത് നോക്കിക്കേ. ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നൾ സെറ്റ് കിട്ടി. അപ്പൊ നമുക്ക് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് കിട്ടി. സോ വിച്ച് ആർ ഡിസ്ജോയിന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവര് ഡിസ്ജോയിന്റ് ആണെന്ന് കിട്ടി. ഇവര് ഡിസ്ജോയിന്റ് ആണ് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്ജോയിന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? എ ഡാഷ് ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് പറയുന്നത് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ എന്ന് തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എഴുതി നോക്കിയാലോ? അല്ല, എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതാലോ. എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എഴുതുന്നു 2 4 6 8. 2 4 6 8 എന്ന് എഴുതി. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് സെറ്റ് എഴുതാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് വേണം. യൂണിവേഴ്സൽ സെറ്റ് എഴുതാം 1. നമുക്ക് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ എടുത്താലോ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ എടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അപ്പൊ ഇവിടുത്തെ എ എന്താണ്? 2 4 6 8 ആണ് എ. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനോ? 2 കട്ട് ചെയ്യുക, 4 കട്ട് ചെയ്യുക, 6 കട്ട് ചെയ്യുക, 8 കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ 1 3 5 7 9 10. അപ്പൊ ഇതാണ് നമ്മുടെ എ കോംപ്ലിമെന്റ്. ഇനി ഈ എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് അല്ലേ നമുക്ക് എടുക്കണ്ടേ? അപ്പൊ എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് ഈ സെറ്റില് ഇല്ലാത്തത് നോക്കണം. ഈ നമ്പേഴ്സ് നമ്മൾ എടുക്കരുത്. ഈ നമ്പേഴ്സ് ഇത് എടുക്കരുത്, ഇതും എടുക്കരുത്, ഇതും എടുക്കരുത്, ഇതും എടുക്കരുത്, ഇതും എടുക്കരുത്, ഇതും എടുക്കരുത്. പിന്നെ നമ്മുടെ ഏതാണ്? ഇത്. ഇവരാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ഏതാണ് 2 4 6 8. അപ്പൊ ഇതാണ് നമ്മുടെ എ കോംപ്ലിമെന്റ്. ഇനി നിങ്ങൾ നോക്കിക്കേ, 2 4 6 8 എന്ന് പറഞ്ഞ സെറ്റ് ഏതാണ്? സെറ്റ് നമ്മുടെ എ അല്ലേ? അപ്പൊ എന്താണ്? എ കിട്ടി. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. എ കോംപ്ലിമെന്റിന്റെ
എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? എ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്, ഇത് ട്രൂ ആന്ന് കിട്ടി, ഇതും ട്രൂ ആന്ന് കിട്ടി. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് കിട്ടി. എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു എ എന്നും കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് പാർട്ട് നമുക്ക് എന്തെന്ന് കിട്ടി? നമുക്ക് പ്രൂവ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഈ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഡിസ്ജോയിന്റ് കേൾക്കുവാണെങ്കിൽ എവിടെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു ആണെന്ന്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു ആണെന്ന്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എഴുതുവാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 എന്ന് എഴുതി. ഇനി നമ്മുടെ എ നമുക്ക് ഡിഫൈൻ ചെയ്യാം. 1 4 6 8 10 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാം. എയിലില്ലാത്ത നമ്പേഴ്സ്. അപ്പൊ 1 വേണ്ട, 4 വേണ്ട, 6 വേണ്ട, 8 വേണ്ട, 10 വേണ്ട. ബാക്കിയുള്ള നമ്പർ ഏതാണ്? 2 3 5 7 9. 2 3 5 7 9 ആണ്. ഇനി നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് യൂണിയൻ എടുത്തു നോക്കിയാലോ? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ എന്താണ്? 1 4 6 8 10. 1 4 6 8 10 യൂണിയൻ 2 3 5 7 9. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 6 7 8 9 10 അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ഇത് നമുക്ക് എന്തായിട്ട് കിട്ടി? പ്രൂവ് ചെയ്ത് കിട്ടി. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് ഉണ്ടാവും, വേറൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് അതിൽ നിന്ന് യു മൈനസ് നമുക്ക് തന്നിരിക്കുന്ന ഏത് സെറ്റാണോ അത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.